എല്ലാവർക്കും നമസ്കാരം. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ മറ്റൊരു യൂസ്ഫുൾ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ക്ലാസ് ഒന്നുമല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുക. അതുവഴി നിങ്ങൾ എങ്ങനെയാണ് ഇനിയുള്ള ദിവസങ്ങൾ കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകേണ്ടത്, ഇത്തരം വസ്തുതകളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ അവസാനത്തെ മന്ത്രിസഭാ യോഗത്തിലെ ഏറ്റവും നിർണായകമായ ഒരു തീരുമാനം, അല്ലെങ്കിൽ ചരിത്രപരമായിട്ടുള്ള ഒരു തീരുമാനം എന്ന് പറയുന്നത് യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള PSC പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുവാനുള്ള ഏജ് ലിമിറ്റ് ഉയർത്തി എന്നുള്ളതായിരുന്നു. നമ്മളെല്ലാം അത് വളരെയധികം സ്വാഗതം ചെയ്തു. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് അത്തരത്തിലുള്ള ഒരു വാർത്ത നമ്മളിലേക്ക് എത്തിയത്. സ്വാഭാവികമായിട്ടും ഈ ഒരു പരീക്ഷയ്ക്ക്, ഇനിയുള്ള പരീക്ഷകൾക്കെല്ലാം തന്നെ, ഇനി വരുന്ന പരീക്ഷകൾക്കാണ് കേട്ടോ, നിലവിലെ അപ്ലൈ ചെയ്തു പോയ പരീക്ഷകൾക്ക് ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടോ എന്നുള്ള കാര്യം PSC പിന്നീട് നമ്മളെ അറിയിക്കുമ്പോൾ മാത്രമേ അതിനകത്ത് ക്ലാരിറ്റി ഉണ്ടാവത്തുള്ളൂ. നിലവിലെ 2026 ജനുവരി ഫെബ്രുവരി മാസത്തിൽ നമ്മുടെ മുമ്പിൽ നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ല. അപ്പോ 2026 ഇനി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ ഒക്കെ നമുക്ക് ഏജ് ലിമിറ്റിന്റെ ആ ഉയർത്തിയ റിലാക്സേഷൻ നമുക്ക് കിട്ടുകയാണ്. ഒരുപാട് സന്തോഷം എന്ന് പറയാൻ വളരെ പ്രധാനപ്പെട്ട കാരണം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ LD പരീക്ഷയോടുകൂടി ഒരുപാട് പേര് ഏജ് ഓവർ ആയി പോയി, പഠനം ഉപേക്ഷിച്ചു പോയ ഒരുപാട് പേരുണ്ട്. അതും അവര് ചെറിയ മാർക്കിനാണ് അവർക്ക് ആ ദൗത്യം ഉപേക്ഷിക്കേണ്ടി വന്നത്. അത് ഒരുപാട് സങ്കടം നിറഞ്ഞ ഒരു വിടവാങ്ങലായിരുന്നു അത്. അപ്പോ അവരോടൊക്കെ എനിക്ക് പറയുവാനുള്ളത്, മക്കളെ, നിങ്ങളുടെ ആ ഒരു സങ്കടം നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം കേട്ടിരിക്കുകയാണ്. നമ്മുടെ കുറെ നാളുകൊണ്ടുള്ള നമ്മളുടെ ആ ഒരു സജഷൻ ഗവൺമെന്റ് തത്വത്തിൽ അംഗീകരിച്ചിരിക്കുകയാണ്. ഏജ് ലിമിറ്റ് ഉയർത്തി എന്നുള്ള വളരെ സുന്ദരമായിട്ടുള്ള, കേൾക്കാൻ രസമുള്ള, വളരെ പ്രധാനപ്പെട്ട വാർത്ത നമ്മളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 36 വയസ്സ് എന്ന് പറയുന്നത് 40 വയസ്സായിട്ട് PSC ഉയർത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇനി എല്ലാവരും വളരെ പ്രധാനപ്പെട്ട, നമ്മളത് ആദ്യമേ തന്നെ ലൈവിൽ വന്ന് കൃത്യമായിട്ട് നിങ്ങളെ അറിയിച്ചതാണ്. എത്ര വയസ്സാണ് OBC കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് എത്ര ഉയർത്തി, അല്ലെങ്കിൽ SC ST കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് എത്ര ഉയർത്തി എന്നൊക്കെ ഉള്ളത് ഒരുപാട് തവണ പറഞ്ഞു പോയതാണ്. പലരും പിന്നെയും ചോദിക്കുന്നത്, സാറ് എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഇന്നതാണ്, അങ്ങനെയാണെങ്കിൽ എനിക്ക് വരാൻ പോകുന്ന LDC പരീക്ഷ അപ്ലൈ ചെയ്യുവാൻ സാധിക്കുമോ, അല്ലെങ്കിൽ LGSന്റെ പരീക്ഷ അപ്ലൈ ചെയ്യുവാൻ സാധിക്കുമോ? ഇതാണ് എല്ലാവരുടെയും സംശയം. മക്കളെ, ഒരൊറ്റ ഒരു മറുപടി മാത്രമേ ഉള്ളൂ. എടാ, നിങ്ങള് ഒരു ജനറൽ കാൻഡിഡേറ്റ് ആണോ? നിങ്ങളൊരു ജനറൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങളുടെ ഏജ്, അതായത് ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുക. ആ ഡേറ്റ് ഓഫ് ബർത്ത് 2/1/1986 മുതൽ 1/1/2008 വരെയുള്ള ആ ഒരു ഗ്യാപ്പിനിടയിൽ ഈ 2 ഡേറ്റ് ഉൾപ്പെടെ, ഈ ഡേറ്റ് ആണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ 2/1/1986 ജനിച്ച ഉദ്യോഗാർത്ഥി ആണെങ്കിലും നിങ്ങൾക്ക് പരീക്ഷ അപ്ലൈ ചെയ്യുവാൻ സാധിക്കും. അതാണ് നമ്മൾ 40 വയസ്സെന്ന് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഇനി 40 വയസ്സോ 45 വയസ്സോ എന്നുള്ളതല്ല നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുക. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 2/1/1986 മുതൽ 1/1/2008 വരെയുള്ള ആ ഒരു പീരീഡിലാണോ? ആണെങ്കിൽ എടാ, 2026 കൂടി നിങ്ങളുടെ മുമ്പിൽ വരാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട എല്ലാ പരീക്ഷകൾക്കും നിങ്ങൾ അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങളൊരു OBC കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥിയാണെന്ന് കരുതുക. അതായത് ഈഴവ കാറ്റഗറി അല്ലെങ്കിൽ മുസ്ലിം വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥി ആണെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ നോക്കുക. 2/1/1983 മുതൽ 1/1/2008 വരെ ഈ 2 ഡേറ്റുകൾ ഉൾപ്പെടെ, ഈ ഡേറ്റ് മുതൽ ആ ഡേറ്റ് വരെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതിനകത്താണ് വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക. ദൗത്യം മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് തയ്യാറെടുക്കാവുന്നതാണ്. അങ്ങനെ ഒരുപാട് പരീക്ഷകളൊക്കെ എഴുതി പരാജയപ്പെടുമ്പോൾ അവസാനം നമ്മൾ വിജയത്തിലേക്ക് എത്തുന്നത് അങ്ങനെയാണ്. അല്ലാതെ 1-2 പരീക്ഷ എഴുതി പെട്ടെന്ന് വിജയിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊരു നമ്മുടെ പണ്ടില്ല +2ന്റെ പരീക്ഷയോ 10ാം ക്ലാസ്സിലെ പരീക്ഷയോ ഒന്നും അല്ല.
ഒരു മത്സര പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യം എഴുതുന്നത് പരാജയപ്പെടും, അവിടുന്ന് കുറച്ച് പാഠങ്ങൾ കിട്ടും, അടുത്തത് അങ്ങനെ അങ്ങനെ പരാജയപ്പെട്ട് അവസാനം നമ്മൾ വിജയത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും. അതാണ് മത്സര പരീക്ഷകളുടെ പ്രത്യേകത. അങ്ങനെയാണ്. അല്ലാതെ നിങ്ങൾ ആദ്യം എഴുതുന്ന പരീക്ഷ ഒരിക്കലും വിജയിക്കത്തില്ല. അപ്പോൾ കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ നല്ല മാറ്റത്തോടുകൂടി നിങ്ങൾ ആ 36 എന്ന് പറയുന്ന ആ വയസ്സോടുകൂടി ദൗത്യം ഉപേക്ഷിച്ചു പോയ ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ മടക്കി വെക്കരുത് നിങ്ങളുടെ ദൗത്യം. നിങ്ങൾക്കുള്ള വലിയൊരു അവസരം കൂടി നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. ഈ അവസരം കൂടി നിങ്ങൾക്ക് പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാവുന്നതാണ്. ഇനി നിങ്ങൾ SC/ST കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥി ആണെങ്കിലോ അല്ലെങ്കിൽ SC/STയിൽ നിന്നും കൺവേർട്ടഡ് ആയിട്ട് പോയ ഉദ്യോഗാർത്ഥി ആണെങ്കിലും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് 2/1/1981 മുതൽ 1/1/2008 വരെ ആണോ? ആണെങ്കിൽ അടുത്ത പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് തയ്യാറെടുക്കാവുന്നതാണ്. ഇത്രേ ഉള്ളൂ പരിപാടി. സോ സിമ്പിൾ പരിപാടി. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുക. ആ ഡേറ്റ് ഓഫ് ബർത്തിലെ ഈ ഒരു ഡേറ്റിന് മുമ്പോ ആ ഡേറ്റിന് ശേഷമോ ആണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുവാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഇത് എന്ന് പറയുന്നത് വരാൻ പോകുന്ന 2026 നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോകുന്ന LDC, LGS, സെക്രട്ടേറിയറ്റ് OA, അതേപോലെ നമ്മുടെ LSTD സെക്രട്ടറി ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട പരീക്ഷകളുടെ ഏജ് ലിമിറ്റ് ആണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, സാറേ ഇത് സാധാരണ PSC പരീക്ഷയുടെ ഏജ് ലിമിറ്റ് അല്ലെയാണ്? അതായത് LDC, LGS, നമ്മുടെ സെക്രട്ടേറിയറ്റ് OA, LSTD സെക്രട്ടറി ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട തസ്തികകളുടെ ഏജ് ലിമിറ്റ് ആണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പൊ നിങ്ങളുടെ അടുത്ത സംശയം, സാറേ ഈ ഫോഴ്സ് പരീക്ഷകളുടെ ഏജ് ലിമിറ്റ് ഉയർത്തുവാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളതാണ് അടുത്ത സംശയം. അതിന്റെ ഒരു മറുപടി എന്ന് പറയുന്നത് ക്രമാതീതമായിട്ട് വർദ്ധിപ്പിക്കേണ്ടതാണ്. പക്ഷെ ഫോഴ്സ് പരീക്ഷ ആയതുകൊണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ PSCയുടെ ഭാഗത്ത് നിന്നോ കൃത്യമായിട്ടുള്ള ഒരു നോട്ടീസ് നമ്മുടെ മുമ്പിലേക്ക് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരവ് നമ്മുടെ മുമ്പിലേക്ക് വരാതെ ഒരു കാരണവശാലും ഫോഴ്സ് പരീക്ഷകൾ, CPO, വിമൻ CPO, എക്സൈസ് ഉൾപ്പെടെയുള്ള പരീക്ഷകളിലെ ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് ബാധകമാണോ എന്ന് ചോദിച്ചാല് അതിന് ഒന്നുകിൽ സർക്കാർ അല്ലെങ്കിൽ PSCയുടെ ഭാഗത്ത് നിന്നും കൃത്യം നമുക്കൊരു അറിയിപ്പ് അല്ലെങ്കിൽ ഉത്തരവ് കിട്ടുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. പക്ഷേ നമ്മുടെയൊക്കെ ഒരു ആവശ്യം എന്ന് പറയുന്നത് അതുകൂടി ഉയർത്തേണ്ടതാണ് എന്നുള്ളത് തന്നെയാണ് ഉദ്യോഗാർത്ഥികളുടെ പൊതുവേ ഉള്ള ഒരു സജഷൻ എന്ന് പറയുന്നത്. എന്റെ വാക്കുകൾ ഗവൺമെന്റിന്റെ പ്രതിനിധികൾ കേൾക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫോഴ്സ് പരീക്ഷകളുടെ ഏജ് ലിമിറ്റ് കൂടി നിങ്ങൾ ഉയർത്തണമെന്ന് താഴ്മയായിട്ട് നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. ഇത് ഉദ്യോഗാർത്ഥി സമൂഹത്തിന്റെ കുറെ നാളുകൊണ്ടേ ഉള്ള ഒരു അഭ്യർത്ഥനയാണ്. എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ PSC മേഖലയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏജ് ലിമിറ്റ് ഉയർത്തണം എന്ന് സർക്കാരിനോട് ഒരുപാട് നാളുകളായിട്ട് നമ്മൾ പ്രഷർ ചെയ്തതിന്റെ ഭാഗമായിട്ട് അവസാനം നമ്മുടെ മുമ്പിലേക്ക് കിട്ടിയ മറ്റൊരു അവസരം കൂടിയാണ് ഏജ് റിലാക്സേഷൻ അല്ലെങ്കിൽ ഏജ് ഉയർത്തി എന്നുള്ളത്. പിന്നെ ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് കിട്ടിയ വലിയൊരു സംശയം എന്ന് പറയുന്നത്, സാറേ ഞങ്ങൾ അടുത്ത LP UP പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുവാണ്, ഞങ്ങൾ തയ്യാറെടുക്കണോ? കാരണം ഞങ്ങളുടെ ഏജ് ഒക്കെ ഓവറായി പോയതാണ്, ഈ റിലാക്സേഷൻ ഞങ്ങൾക്ക് ബാധകമാണോ എന്നുള്ളതാണ് ചോദ്യം. നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള ഉത്തരം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും വർദ്ധിപ്പിക്കും എന്ന് തന്നെയാണ് ഞാൻ ഉൾപ്പെടെയുള്ള അധ്യാപകർ കരുതുന്നത്. അങ്ങനെ വർദ്ധിപ്പിക്കാൻ തന്നെയാണ് ചാൻസ് കൂടുതൽ. കാരണം അവിടെ സ്വാഭാവികമായിട്ടും നമ്മൾ സാധാരണ എഴുതുന്ന പരീക്ഷകളിലെ ഏജ് ലിമിറ്റിലെ വർധനവ് വരുത്തുവാണെങ്കിൽ അധ്യാപക പരീക്ഷകൾക്ക് കൂടി അത് വരുത്തേണ്ടതാണ്. പക്ഷെ ഫോഴ്സ് പരീക്ഷകളിലെ നമുക്കത് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഇത് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ അവിടെ കൃത്യമായിട്ട് പറയാതിരുന്നത്. പക്ഷെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് അതിനു കൂടി ഒരു ശുഭവിധി ഉണ്ടാകും, അല്ലെങ്കിൽ PSCയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു നല്ലൊരു തീരുമാനം ഉണ്ടാകേണ്ടതാണ് എന്നുള്ളതാണ് ഒരു അഭ്യർത്ഥന. പക്ഷേ LP UP പരീക്ഷകളിൽ തീർച്ചയായിട്ടും നമ്മൾ ഏജ് ലിമിറ്റ് ഉയർത്തും എന്ന് തന്നെയാണ് 95% സാധ്യത. അത്തരത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ LP UP പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഏജ് എന്ന് പറയുന്നത്, നിങ്ങളൊരു ജനറൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് റിസർവേഷൻ ഒന്നുമില്ല, നിങ്ങളൊരു ജനറൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ എടാ കുഞ്ഞുങ്ങളെ 2/1/1982 മുതൽ 1/1/2008 വരെ ഈ 2 ഡേറ്റുകൾ ഉൾപ്പെടെ ഇതിനുള്ളിലാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ
നിങ്ങൾ മടക്കി വെക്കേണ്ട, അടുത്ത LP UP പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ പേഴ്സണൽ സജഷൻ. ഇത് ജനറൽ കാൻഡിഡേറ്റ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ ഏജ് ലിമിറ്റ് ആണ് ഞാൻ ഈ പറഞ്ഞത്. അതായത് നിങ്ങൾക്ക് ഈ റിലാക്സേഷൻ സംഭവിച്ചു കഴിഞ്ഞാലേ 40 എന്നുള്ളത് 44 മാറും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വർധനവ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. OBC കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ പുസ്തകം മടക്കി വെക്കാൻ വരട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏജ് ഓവർ ആയി പോയി എന്ന് നിങ്ങൾ ചിന്തിക്കാൻ വരട്ടെ, നിങ്ങളുടെ ഏജ് ലിമിറ്റ് 2/1/1979 മുതൽ 1/1/2008 വരെ ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അടുത്ത LP UP പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കണം എന്നുള്ളതാണ് എന്റെ ഒരു പേഴ്സണൽ സജഷൻ എന്ന് പറയുന്നത്. ഇത് OBC കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ ഏജ് ലിമിറ്റ് ആണ് ഞാൻ ഈ പറഞ്ഞത്. സ്വാഭാവികമായിട്ടും പിന്നെ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ എന്നോട് ചോദിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സജഷൻ എന്ന് പറയുന്നത്, SC ST കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥിയാണെങ്കിലോ അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ SC ST കാറ്റഗറിയിൽ പെട്ട ഉദ്യോഗാർത്ഥി, നിങ്ങൾ കൺവേർട്ടഡ് ആയിട്ട് മറ്റു മതങ്ങളിലേക്ക് പോയ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ മക്കളെ, നിങ്ങളുടെ ഏജ് ലിമിറ്റും ക്രമാതീതമായിട്ട് വർദ്ധിപ്പിക്കുകയാണ്. അതായത് നിങ്ങൾ 2/1/1977 മുതൽ 1/1/2008 വരെ ഈ ഒരു ലിമിറ്റിനുള്ളിലാണോ നിങ്ങൾ ജനിച്ചതെങ്കിൽ നിങ്ങളും അടുത്ത 2026 അവസാനത്തോടു കൂടി വരാൻ പോകുന്ന LP UP പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും തയ്യാറെടുക്കണം. കാരണം സമയമില്ല. സോ അങ്ങനെയാണെങ്കിൽ 2026 നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട പരീക്ഷകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണല്ലോ അടുത്ത ചോദ്യം. ഇപ്പൊ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും മാറി. നിങ്ങൾ 2026 മുതലുള്ള നോട്ടിഫിക്കേഷൻ ആണ് നമുക്കിത് കിട്ടുന്നത്, റിലാക്സേഷൻ. അപ്പം പിന്നെ 2025 ഏകദേശം 900ഓളം നോട്ടിഫിക്കേഷനുമായിട്ട് PSC ചരിത്രം സൃഷ്ടിച്ചൊരു വർഷമായിരുന്നു 2025. അവിടെ നമുക്ക് ഏജ് റിലാക്സേഷൻ കിട്ടുമോ എന്ന് ചോദിച്ചാല് അത് ഗവൺമെന്റിന്റെ പ്രത്യേക ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടാൻ ചാൻസ് ഉള്ളൂ. അതിനുള്ള ചാൻസ് വളരെ കുറവായതുകൊണ്ട് 2026 ഇതുവരെയും നോട്ടിഫിക്കേഷൻ നമ്മുടെ മുമ്പിൽ വന്നിട്ടില്ല. ഇനിയുള്ള നോട്ടിഫിക്കേഷൻ ഒക്കെ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഒരു ഏജ് റിലാക്സേഷൻ അല്ലെങ്കിൽ ഏജ് ലിമിറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് 2026 കൂടി നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്ന സാധാരണക്കാരന്റെ IAS എന്നറിയപ്പെടുന്ന LDC പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണല്ലോ. അതേപോലെ LGSന്റെ പരീക്ഷ, ജനറൽ കാറ്റഗറിയിൽ ജനറൽ വരുന്ന LGSന്റെ പരീക്ഷ, അവിടെ ഡിഗ്രി ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത സാധാരണ LGSന്റെ പരീക്ഷ, സെക്രട്ടേറിയറ്റ് PSC ഓഫീസുകളിലേക്കുള്ള OA പരീക്ഷ, അതേപോലെ തന്നെ LSTD സെക്രട്ടറി ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട പരീക്ഷകൾ 2026 അവസാനത്തോടു കൂടി നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ ഈ കിട്ടിയ ഏജ് റിലാക്സേഷൻ അവിടെ കൃത്യമായിട്ട് വിനിയോഗിച്ചുകൊണ്ട് അടുത്ത പരീക്ഷയ്ക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 2028 2029 കൂടി നിങ്ങൾ ആ മാറ്റിവെച്ച നിങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയ ആ ഒരു ദൗത്യമുണ്ടല്ലോ, അത് നിങ്ങൾക്ക് നേടിയെടുക്കുവാനുള്ള വലിയൊരു അവസരമാണ് ഈ പറയുന്ന ഏജ് റിലാക്സേഷനിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് കൃത്യമായിട്ട് വിനിയോഗിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വീണ്ടും വലിയൊരു അവസരമാണ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, സാറേ നിയമനങ്ങൾ കുറവാണല്ലോ, നിയമനങ്ങൾ കുറവാണോ കൂടുതലാണോ എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. കഴിഞ്ഞ വർഷം എത്ര LD പോയിട്ടുണ്ടോ അതിന്റെ അത്രയും ഓരോ വർഷങ്ങൾ മുമ്പോട്ട് പോകുന്തോറും നിയമനങ്ങൾ സ്വാഭാവികമായിട്ടും കുറയും. അത് സ്വാഭാവികമാണ്. അത് നമ്മളവിടെ നിയമനം കുറവാണ് അതുകൊണ്ട് പഠിച്ചിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നെഗറ്റീവ് അടിപ്പിച്ചുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള വീഡിയോ അല്ല ഇത്. നിങ്ങൾ താഴെ കമന്റ് വിടേണ്ട ആവശ്യമില്ല. ഇവിടെ നെഗറ്റീവ് കമന്റുകൾക്ക് പ്രസക്തിയില്ല. നിങ്ങൾ നന്നായിട്ട് പ്രവർത്തിക്കുക, നന്നായിട്ട് പഠിക്കുക, നിങ്ങൾക്കുള്ളത് തീർച്ചയായിട്ടും വന്നിരിക്കും. അപ്പൊ ഈ ഏജ് റിലാക്സേഷനോട് കൂടി വരാൻ പോകുന്ന പരീക്ഷകൾക്ക് നിങ്ങൾക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകണം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. വലിയ അവസരങ്ങളാണ് വീണ്ടും നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് സർക്കാർ ജോലി എന്ന് പറയുന്നത്
35% DA കുടിശ്ശികയൊക്കെ കൊടുത്ത് മാറിയിരിക്കുകയാണ്. സർക്കാർ ജോലി ഇനിയിപ്പം മാറ്റം വരാൻ പോവാണ്. അപ്പൊ അതുകൊണ്ട് ശമ്പളത്തിലും വലിയ വർധനമാണ് നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോകുന്നത്. പുതിയ പേ കമ്മീഷൻ നിലവിൽ വരാൻ പോകുന്നു. സർക്കാർ ജോലി വീണ്ടും വീണ്ടും ഗ്ലാമറസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് വൃത്തിയായിട്ട് കാര്യങ്ങൾ അറിഞ്ഞു വെച്ചുകൊണ്ട് ഭംഗിയായിട്ട് പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക. നിങ്ങളുടെ ഏത് കോഴ്സിനും തീർച്ചയായിട്ടും CC നിങ്ങളെ സഹായിക്കുവാൻ എപ്പോൾ ഉണ്ടാകും. നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ഈ വീഡിയോയ്ക്ക് താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും അതിനുള്ള റിപ്ലൈ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും. വലിയ പ്രതീക്ഷയോടുകൂടി 2026, 2027 എന്ന് പറയുന്ന ഈ ഒരു കാലഘട്ടം നിങ്ങൾ പതിയെ വലിയ പ്രതീക്ഷയോടുകൂടി നടന്നു നീക്കൂ. ചിലപ്പോ സ്വാഭാവികമായിട്ടും നമുക്കൊരു സർക്കാർ ജോലി കിട്ടാൻ വേണ്ടിയുള്ള ഒരു അവസരമായിട്ടായിരിക്കാം ഈ ഒരു ഏജ് ലിമിറ്റ് ഉയർത്തിയത് എന്ന് വിശ്വസിച്ചുകൊണ്ട് എനിക്ക് കിട്ടും എന്ന് ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നിങ്ങൾ മുമ്പോട്ട് പോവുക. നിങ്ങൾക്ക് എല്ലാവർക്കും 2026 എന്ന് പറയുന്ന ഈ ഒരു വർഷം ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു വർഷമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പം വേറെ ഒന്നുമില്ല എനിക്ക് പ്രത്യേകിച്ച് പറയുവാൻ. ഈ ഏജ് റിലാക്സേഷനോട് കൂടി നിങ്ങൾ വരാൻ പോകുന്ന പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രവർത്തിക്കുക, പഠിക്കുക, മുമ്പോട്ട് പോവുക. നിങ്ങളോടൊപ്പം CC എപ്പോഴും ഉണ്ടാകും. നിങ്ങളുടെ എല്ലാ സജഷൻസും തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു യൂസ്ഫുൾ സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.